അരുണാചലിൽ മരിച്ച നവീൻ തോമസിന്റെയും ഭാര്യയുടെയും മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് പുറത്തുവരുന്നത്. ദമ്പതികളുടെ മുറിയിൽ നിന്നും കണ്ടെത്തിയ ലാപ്ടോപ്പിൽ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. മരണാനന്തരം എത്തുമെന്ന് കരുതുന്ന അന്യഗ്രഹങ്ങളിലെ ജീവിത രീതി സംബന്ധിച്ച സംശയങ്ങളും മറുപടികളുമായി 500,000 പേജുകൾ വീതമുള്ള പുസ്തകങ്ങൾ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ഇവർ താമസിച്ചിരുന്ന മുറിയിൽ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബെഡ്ഷീറ്റ് പോലും മാറിക്കിടന്നിരുന്നില്ല. മുറിയിൽ കുപ്പി ഗ്ലാസ് മാത്രമാണ് ഉടഞ്ഞ നിലയിൽ കണ്ടെത്തിയതെന്ന് SP കെനി ബാംഗ്ര വ്യക്തമാക്കി. ആത്മഹത്യാക്കുറിപ്പിൽ ദേവിയുടെ അച്ഛൻ ബാലൻ മാധവന്റെ ഫോൺ നമ്പറാണ് നൽകിയിരുന്നത്. വാതിലിനിടയിൽ തുണി വെച്ച് അടച്ചിരുന്നുവെന്നും അന്വേഷണ ചുമതലയുള്ള SP പറഞ്ഞു. മുറിവേൽപ്പിക്കാൻ ഉപയോഗിച്ച ബ്ലേഡ് കട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. പ്ലേറ്റിൽ കുറച്ച് മുടി മുറിച്ചു വെച്ചിരുന്നു. ഇവർ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ടെന്ന് SP വ്യക്തമാക്കി. മാർച്ച് 28-നാണ് ഇവർ ഹോട്ടലിൽ 305 നമ്പർ മുറിയെടുക്കുന്നത്. 31 വരെ ഇവർ പുറത്തുപോയിട്ടുണ്ട്. രാവിലെ ഭക്ഷണം കഴിച്ച ശേഷമാണ് ഇവർ പുറത്തു പോയത്. എന്നാൽ 1-ാം തീയതി ഇവരെ കണ്ടില്ല. വൈകിട്ട് വിളിച്ചു നോക്കിയിട്ടും ആരും വാതിൽ തുറന്നില്ല. 2-ാം തീയതി വാതിൽ ശക്തിയായി തള്ളി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് SP പറഞ്ഞു. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത്. പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യയാണെന്നും എല്ലാ വശങ്ങളും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ടെന്നും SP വ്യക്തമാക്കി. നവീനും ദേവിയും മുൻപ് ഒരു തവണ അരുണാചലിൽ എത്തിയെന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആയുർവേദ ഡോക്ടറായിരുന്ന ഇരുവരുടെയും സുഹൃത്തായ അധ്യാപിക ആര്യയുടെയും ദുരൂഹ മരണങ്ങളുമായി ഇത്തരം താൽപ്പര്യങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്താനുള്ളത്. ഏതെങ്കിലും വ്യക്തികളുടെയോ സമൂഹ മാധ്യമ കൂട്ടായ്മകളുടെയോ സ്വാധീനമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. കേസ് അന്വേഷണത്തിൽ മനോരോഗ വിദഗ്ധരുടെ സഹായവും പോലീസ് തേടുന്നുണ്ട്. കടബാധ്യതകളില്ലെന്നും മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നുമാണ് മുറിയിൽ നിന്ന് ലഭിച്ച മൂവരും ഒപ്പിട്ട ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. മൂവരും രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നതായും അരുണാചൽ പോലീസ് സംശയിക്കുന്നു. ഇവർ മരിച്ചു കിടന്നിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് ഇത്തരം മരുന്നുകളും കണ്ടെത്തിയിട്ടുണ്ട്. ആര്യ തങ്ങളുടെ മകളാണെന്ന് പറഞ്ഞാണ് ദമ്പതികൾ മുറിയെടുത്തതെന്നും അരുണാചൽ പ്രദേശ് പോലീസ് പറയുന്നു. മൂവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇന്ന് ഉച്ചയോടെ തിരുവനന്തപുരത്തെ വീടുകളിൽ എത്തിക്കുമെന്നാണ് അറിയുന്നത്. മൃതദേഹങ്ങൾ ആംബുലൻസിൽ ഗുവാഹത്തിയിൽ എത്തിച്ച ശേഷം ഇന്ന് കൊൽക്കത്ത വഴി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും. 3 പേരും സഞ്ചരിച്ച കാർ ഇന്നലെ തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീനും ഭാര്യ ദേവിയും ചില അമാനുഷിക ചിന്തകളിലായിരുന്നുവെന്ന് പിതാവ് പറഞ്ഞതായി അരുണാചലിലെ ലോവർ സുബാൻസിരി SP കെനി ബാംഗ്ര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ഇവരും സുഹൃത്ത് ആര്യയും താമസിച്ച മുറിയിൽ നിന്ന് 2 ഫോണും ലാപ്ടോപ്പുമാണ് പോലീസ് കണ്ടെത്തിയത്. ദേവിയുടെയും ആര്യയുടെയും കൈകളിലെയും കഴുത്തിലെയും മുറിവ് ആഴത്തിലുള്ളതായിരുന്നു. എന്നാൽ നവീന്റെ കൈത്തണ്ടയിലെ മുറിവിന് അത്രയും ആഴമില്ല. ആത്മഹത്യയാണെന്ന് തന്നെ കരുതുന്നുവെന്നും മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായും SP മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കാർ പാർക്ക് ചെയ്ത ശേഷമാണ് ഇവർ അരുണാചലിലേക്ക് പോയത്. തിരുവനന്തപുരം പോലീസും ലോവർ സുബാൻസിരിയിലെത്തിയിരുന്നു. നവീനും ഭാര്യ ദേവിയും പൊതുവെ അന്തർമുഖരായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളോട് സജീവമായി ഇടപെട്ടിരുന്ന അധ്യാപികയായിരുന്നു ആര്യ. കോവിഡിന് മുൻപ് ദേവി ഇതേ സ്കൂളിൽ ജർമ്മൻ ഭാഷ പഠിപ്പിച്ചിരുന്ന അധ്യാപികയായിരുന്നു. അങ്ങനെയാണ് ആര്യയും ദേവിയും തമ്മിൽ സൗഹൃദമുണ്ടാകുന്നതും. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ മരണാനന്തര ജീവിതത്തിലേക്കും ദുരാചാരങ്ങളിലേക്കുമൊക്കെയാണ് നിർണായക തെളിവുകൾ വിരൽ ചൂണ്ടുന്നത്. കേരളത്തിൽ കേസ് അന്വേഷണത്തിന്റെ ചുമതലയുള്ള പോലീസ് സംഘം അധികം വൈകാതെ തന്നെ ഒരു ഔദ്യോഗിക പ്രതികരണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.